ശുഭരാത്രി, സുഖനിദ്ര. ചിലർക്ക് എപ്പോഴും ഒരു ശത്രു വേണം. ഇല്ലെങ്കിൽ അവർ സ്വയം അങ്ങനെ ഒന്ന് സൃഷ്ടിക്കും. പിന്നീട് അവർ ശത്രുതയ്ക്കുള്ള കാരണങ്ങൾ കണ്ടെത്തും. എതിരാളിയായി അയാൾ കരുതുന്ന ആൾ അങ്ങനെ ഒന്ന് അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല. ചെറുതാകാനും ക്ഷമിക്കാനും മറക്കാനും കഴിയുന്നവർക്ക് എപ്പോഴും വലുതാകാൻ സാധിക്കും. ഒരു കഥ പറയാം. 4 ഭടന്മാർ ഭാരമേറിയ ഒരു മരക്കഷ്ണം ഉന്തുവണ്ടിയിൽ കയറ്റാൻ ശ്രമിക്കും. എന്നാൽ അതിന് വലിയ ഭാരമുണ്ടായിരുന്നതിനാൽ അത് ഉയർത്തി വണ്ടിയിൽ കയറ്റുമ്പോഴേക്കും വീണ്ടും ഉരുണ്ട് താഴേക്ക് വീഴും. പല പ്രാവശ്യം പരിശ്രമിച്ചെങ്കിലും മരത്തടി വണ്ടിയിൽ കയറ്റുവാൻ കഴിയാതെ ഭടന്മാര് വല്ലാതെ വിഷമിച്ചു. അവരുടെ മേലാവായ കോർപ്പറൽ ദൂരെ മാറി നിന്നുകൊണ്ട് ഇതെല്ലാം വീക്ഷിക്കുന്നുണ്ടായിരുന്നു. അതിന്റെ മുകളിലുള്ള ആളിത് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇനിയും തടി കയറ്റി കഴിഞ്ഞില്ലേ എന്ന് അയാൾ ഭടന്മാരോട് ചോദിച്ചു. അതുവഴി കുതിരപ്പുറത്ത് വന്ന ഒരാൾ ഇത് കേൾക്കാനിടവന്നു. വീണ്ടും തടി ഉയർത്താൻ പാടുപെടുന്ന ഭടന്മാരുടെ ദയനീയ സ്ഥിതി കണ്ട് അശ്വാരൂഢനായ മനുഷ്യൻ കോർപ്പറലിനോട് ചോദിച്ചു, നിങ്ങൾക്കൊന്ന് സഹായിച്ചുകൂടെ എന്ന്. ഒന്ന് താങ്ങിക്കൊടുത്താൽ തടി വണ്ടിയിലേക്ക് കയറുമല്ലോ. ഞാനൊരു നേതാവാണ്, ഇത്തരം പണികളൊന്നും ഞാൻ ചെയ്യേണ്ടതല്ല. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. ഇത് കേട്ട ആഗതം ഒന്നും മിണ്ടാതെ കുതിരപ്പുറത്തു നിന്ന് ഇറങ്ങി ആ ഭടന്മാരുടെ അടുത്ത് ചെന്ന് തടി പിടിക്കാൻ തുടങ്ങി. അങ്ങനെ മരക്കഷ്ണം വണ്ടിക്കുള്ളില് ആയപ്പോൾ ഭടന്മാർ പറഞ്ഞ താങ്ക്സ് പോലും കേൾക്കാൻ നിൽക്കാതെ തിരക്കിട്ട് കുതിരപ്പുറത്ത് കയറി അദ്ദേഹം പോവുകയും ചെയ്തു. അടുത്ത ദിവസം അമേരിക്കയുടെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ജോർജ് വാഷിംഗ്ടണ് ഒരു പൗരസ്വീകരണം അവിടെ നടന്നു. ആ ചടങ്ങിൽ മേൽപ്പറഞ്ഞ കോർപ്പറലും പങ്കെടുത്തിരുന്നു. സ്വീകരണം ഏറ്റുവാങ്ങി വേദിയിലിരിക്കുന്ന വാഷിംഗ്ടനെ കണ്ടപ്പോൾ കോർപ്പറൽ ഞെട്ടിപ്പോയി. കാരണം തലേ ദിവസം കുതിരപ്പുറത്ത് വന്നിറങ്ങി ഭടന്മാരെ തടി കയറ്റാൻ സഹായിച്ച അതേ വ്യക്തി തന്നെ ആയിരുന്നു അത് എന്നതായിരുന്നു കാരണം. വലിയ മനുഷ്യർക്ക് ചെറിയവരാകാൻ കഴിയും. എന്നാൽ ചെറിയ മനുഷ്യരാകട്ടെ എപ്പോഴും വലിയവരാകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് നമ്മുടെ മനസ്സിനെയും ചിന്തകളെയും ചെറുതാക്കി നിർത്താൻ ശ്രമിക്കുക. ശുഭരാത്രി, സുഖ നിദ്ര.